ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ കമ്പനി വാങ്ങിയ പുതിയ കാറിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വില നമുക്ക് എല്ലാ വർഷവും ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമെന്നറിയാമോ? ഇതിനെയാണ് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം എന്ന് പറയുന്നത്. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 17 പ്രകാരം നമ്മുടെ ബിസിനസ് അസറ്റുകൾക്ക് കാലക്രമേണ സംഭവിക്കുന്ന വിയർ ആൻഡ് ടിയർ, മൂല്യ തകർച്ച അല്ലെങ്കിൽ ഒബ്സോളസൻസ് നമ്മുടെ ചെലവായാണ് കാണിക്കുന്നത്. എന്നാൽ എല്ലാ അസറ്റുകൾക്കും ഇത് കിട്ടില്ല. പ്രധാനമായും 3 നിബന്ധനകളുണ്ട് ഇതിന്. 1, നമ്മുടെ ബിസിനസ്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കണം. 2, അത് കാലപ്പഴക്കം കൊണ്ടോ അല്ലാതെയോ മൂല്യം കുറയുന്ന ഒന്നായിരിക്കണം. 3, ആ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴും അതിനൊരു മൂല്യം ഉണ്ടായിരിക്കണം, ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ഇതനുസരിച്ച് ഒരേ ഒരു അസറ്റിന് മാത്രം ഡിപ്രീസിയേഷൻ കിട്ടില്ല. എന്താണെന്നറിയാമോ? അത് ലാൻഡാണ്. കാരണം സ്ഥലത്തിന് നിയമപരമായി തേയ്മാനം സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അതിന് ഡിപ്രീസിയേഷനും അനുവദിക്കുന്നില്ല. നിയമം മറ്റെല്ലാ അസറ്റുകളുടെയും അവയുടെ തരമനുസരിച്ച് പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ നിശ്ചിത ശതമാനം ഡിപ്രീസിയേഷൻ റേറ്റ് നിശ്ചയിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് സ്ഥിരമായി ബിൽഡിംഗ്, അതായത് ഫിക്സഡ് ബിൽഡിംഗ് ആണെങ്കിൽ 5% ആണ് വാർഷിക ഡിപ്രീസിയേഷൻ റേറ്റ്. ഫാക്ടറികൾ, മെഷീനുകൾ, കമ്പ്യൂട്ടറുകൾ എന്നതിന്, അതുപോലെ എന്തിന് നമ്മുടെ കാറുകൾക്ക് പോലും 25% ആണ് റേറ്റ്. ഫർണിച്ചർ, അതേപോലെ ഗുഡ് വില്ല് പോലുള്ള മറ്റ് അസറ്റുകൾക്ക് 10% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. ഇനി നമ്മുടെ അസറ്റുകൾ റിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന ചെലവ് ഡിപ്രീസിയേഷൻ ആണോ അതോ ഒറ്റയടിക്ക് അത് കുറയ്ക്കാൻ പറ്റുമോ? അതിന് 4%ന്റെ ഒരു റൂളുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. Hope to see you again. നൗഷാദ് അക്കുറേറ്റ്.